ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCERT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിലെ ഒരു പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ, സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള പുതിയ ടേംസ് എന്ന് പറയുന്നത് ഇത് ഓൾറെഡി പഠിച്ചവരുണ്ടാകും. എന്നാൽ SCERT പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയ പുതിയ ടേംസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. ഇന്ന് നമ്മൾ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ വ്യവസായവും കാർഷിക മേഖലയും സേവന മേഖലയും ആയി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഭൂമി, ഫാക്ടറി, ഗതാഗതം, സാങ്കേതികവിദ്യ തുടങ്ങിയവ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുമുള്ള ചില ഉപാധികളാണ് അല്ലേ. ഇത്തരം ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത ആർക്കാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ്. ചില രാജ്യങ്ങളിൽ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത മുഖ്യമായും സ്വകാര്യ വ്യക്തികളിലാണ്. ഇപ്പോൾ ഒരു ഫാക്ടറി ആകട്ടെ, ഒരു കമ്പനി ആകട്ടെ, അല്ലെങ്കിൽ ഒരു കാർഷിക മേഖലയാകട്ടെ, അതൊക്കെ മിക്ക രാജ്യങ്ങളിലും സ്വകാര്യ വ്യക്തികളിലാണ് വരുന്നത്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ ഇവ പ്രധാനമായും പൊതു ഉടമസ്ഥതയിലായിരിക്കും, അഥവാ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും. ഇനി വേറെ ചില രാജ്യങ്ങളിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. ഉടമസ്ഥൻ സർക്കാരുമാകാം, സ്വകാര്യ വ്യക്തികളുമാകാം. നമ്മുടെ രാജ്യത്തൊക്കെ അങ്ങനെയാണ് അല്ലേ. ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തിരിക്കാം. അപ്പോൾ സമ്പദ് വ്യവസ്ഥകളെ പ്രധാനമായിട്ടും നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ കഴിയും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പം അതിൻ്റെ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ് എങ്കിൽ, അഥവാ ഉൽപാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികളിലായിരിക്കും, അതിൻ്റെ ലാഭം ലക്ഷ്യമാക്കിയായിരിക്കും ചെയ്യുക. സോ ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അവർക്ക് ലാഭമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ലാഭത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ഉൽപ്പാദിപ്പിക്കും. ദെൻ സ്വകാര്യ സ്വത്തവകാശം അല്ലേ, സ്വകാര്യ വ്യക്തികൾക്കുള്ള സ്വത്തവകാശം ഉണ്ടായിരിക്കും. ദെൻ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം മുഴുവനും ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും. ദെൻ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി അല്ലേ, തലമുറകളിലേക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യും. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം. അപ്പോൾ വിലകൾ ആരും നിയന്ത്രിക്കുകയൊന്നുമില്ല, അവരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും വില ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ, അവർക്ക് നല്ല ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കും വിലകളൊക്കെ അവർ നിശ്ചയിക്കുക. ദെൻ ഉപഭോക്താക്കളുടെ പരമാധികാരം. ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനും വാങ്ങാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പോൾ കസ്റ്റമേഴ്സിനും അധികാരം ഉണ്ടാകും. വേണമെങ്കിൽ വാങ്ങിയാൽ മതി, നിർബന്ധമായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. ദെൻ മത്സരം ഉണ്ടാവും അല്ലേ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം. അപ്പോൾ നന്നായിട്ട് മത്സരം ഉണ്ടാവും. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്തും ഉൽപ്പാദിപ്പിക്കാം, സ്വകാര്യ സ്വത്തവകാശം, ലാഭം ആണ് ലക്ഷ്യം, സ്വത്ത് പാരമ്പര്യമായിട്ട് കൈമാറുന്നു, വില നിയന്ത്രണമില്ല, അവർക്ക് ഇഷ്ടമുള്ള വില വെക്കാം. ദെൻ ഉപഭോക്താക്കൾക്ക് പരമാധികാരമുണ്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മത്സരം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ കുറവായിരിക്കും, തീരെ ഇല്ല എന്നല്ല, വളരെ കുറവാണ്. സമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് എന്ന് പറയുന്നു.
അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ കുറവാണ്, തീരെ ഇല്ല എന്നല്ല കേട്ടോ, വളരെ കുറവാണ്. അപ്പോൾ അവിടെ രാജ്യത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ്? മുതലാളിത്ത രാജ്യങ്ങളിൽ സർക്കാരിൻ്റെ ജോലി അവിടുത്തെ ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കുക. ഇതാണ് സർക്കാരിൻ്റെ പ്രധാന ഡ്യൂട്ടി. അതുകൊണ്ട് നമ്മൾ ഇത്തരം രാജ്യങ്ങൾക്ക് പറയുന്ന പേര് പോലീസ് സ്റ്റേറ്റ് ആണ്, അല്ലെ? അമേരിക്കയ്ക്ക് ഒരു പോലീസ് സ്റ്റേറ്റ് ആണ്. ഇത്തരം രാജ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് പോലീസ് സ്റ്റേറ്റ് എന്നാണ് കേട്ടോ. മുതലാളിത്ത രാജ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് പോലീസ് സ്റ്റേറ്റ് എന്നാണ്. അതിനുള്ള കാരണം ഇവിടെ രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതല ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലേ? ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. മനസ്സിലായോ? അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ് കേട്ടോ. വില സംവിധാനത്തിലൂടെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ ഓരോ സമ്പദ് വ്യവസ്ഥയിലും ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്, പ്രശ്നപരിഹരണത്തിന് ഏത് മാർഗം സ്വീകരിക്കും എന്നത് പഠിച്ചു വെക്കുക. ഇപ്പം എങ്ങനെയാണ് വില നിയന്ത്രിച്ചുകൊണ്ട് ഇത് നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരുന്നത്, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. സാധനങ്ങളും സേവനങ്ങളുടെയും വില വർദ്ധിക്കുന്ന സമയത്ത് ഇവർക്ക് ലാഭം കിട്ടണമെങ്കിൽ കൂടുതൽ സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിക്കും, അല്ലെ? വില വർദ്ധിപ്പിക്കുമ്പോൾ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് വർദ്ധിപ്പിക്കും, അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യും? വാങ്ങില്ല. അത്രയും കാശുള്ളത് ചിലവാകുമെന്ന് കരുതി വാങ്ങില്ല, അല്ലേ? പൈസ കൂടുതലാണെങ്കിൽ നമ്മൾ വാങ്ങില്ലല്ലോ. സോ അങ്ങനെ ആവശ്യക്കാർ കുറയുകയും സംരംഭകർക്ക് ഉൽപാദനം കുറയ്ക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ വില വർദ്ധിക്കുന്ന സമയത്ത് ഉൽപാദനം വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നടക്കുന്നത് എന്താ? ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ ആവശ്യക്കാർ വാങ്ങില്ല. സോ അതുകൊണ്ട് ഉൽപാദനം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപാദനം ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. മനസ്സിലായോ? അപ്പോൾ വില വർദ്ധിക്കുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ എന്ത് ചെയ്യില്ല? ആവശ്യക്കാർ വാങ്ങില്ല, ആവശ്യക്കാർ കുറയും. അപ്പോൾ ഉൽപാദനം കുറയ്ക്കേണ്ടി വരും. അതുപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കുമ്പോൾ ഉൽപാദകരെന്ത് ചെയ്യും? ഉൽപാദനം കുറയ്ക്കും. കാരണം വില കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാഭമില്ലല്ലോ. പക്ഷേ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമ്പോൾ ആവശ്യക്കാർ കൂടുകയും സംരംഭകർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വില കുറയുമ്പോൾ അല്ലെങ്കിൽ വില കൂടുന്ന സമയത്ത് സംരംഭകർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുക, അല്ലേ? വില കുറയുന്ന സമയത്ത് സംരംഭകർക്ക് ഉൽപാദനം കുറയ്ക്കാനാണ് ആഗ്രഹം. പക്ഷേ കസ്റ്റമേഴ്സിനോ വില കുറവല്ലേ, സാധനം വാങ്ങി വെക്കാമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹം നടക്കുക. കാരണം കമ്പോളത്തിൽ നിന്നും ഇവർ പ്രോഡക്റ്റുകൾ വാങ്ങി തീർത്തു കഴിഞ്ഞാൽ വീണ്ടും പ്രോഡക്റ്റ് ഇറക്കാൻ അവർ നിർബന്ധിതരായി തീരും. അപ്പം ഇങ്ങനെയാണ് വില വർധനവിലൂടെ കച്ചവടത്തെ നിയന്ത്രിക്കുന്നത്. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതാണ് വില സംവിധാനം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട്, വില കൂട്ടിയും കുറച്ചും കൊണ്ട് ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളും സേവനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നു. ഇതിനാണ് വില സംവിധാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പല സവിശേഷതകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും നിലനിൽക്കുന്നത് ചിലരുടെ പക്കൽ സമ്പത്ത് കുന്നുകൂടുന്നതിന് വഴിയൊരുക്കുന്നു. ഇത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇപ്പം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്
സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും. കാരണം അവരവരുടെ പരമ്പരാഗതമായിട്ട് സ്വത്ത് കൈമാറി പോകുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നു. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷവശങ്ങളുണ്ടെന്ന് മനസ്സിലായി അല്ലേ? കാരണം ഒരു വിഭാഗത്തിൻ്റെ മേൽ മാത്രം സ്വത്ത് കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഇതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ വന്നത്. അപ്പോൾ നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ മറികടക്കാൻ രൂപം കൊണ്ട സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ? ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇവിടെ ഉടമസ്ഥൻ പൊതു ഉടമസ്ഥതയായിരിക്കും, അത് സർക്കാരാണ്. കേന്ദ്രീകൃത ആസൂത്രണം ഉണ്ടാവും അല്ലേ? ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഉണ്ടാവും, കേന്ദ്രീകൃത ആസൂത്രണം. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആസൂത്രണമാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പൊതു ഉടമസ്ഥതയിലുള്ളതും ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ നോക്കാം. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത ഓർമ്മ വരണം. കാരണം അതിന് ബദലായിട്ടാണ്, ആ ഒരു പോരായ്മകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലവിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം. അപ്പോൾ നേരത്തെ പറഞ്ഞു ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. എന്നാൽ ഇവിടെ ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ജനക്ഷേമമാണ് ഇവിടുത്തെ ലക്ഷ്യം. അവിടെ സ്വകാര്യ സംരംഭകരാണ് മുതലാളിമാർ, ഉടമസ്ഥർ എന്ന് പറഞ്ഞു. ഇവിടെ സ്വകാര്യ സംരംഭകരെ ഉണ്ടാവില്ല. കാരണം ഇവിടെ പൊതു അഥവാ സർക്കാരാണ് ഉടമസ്ഥനായിട്ട് വരുന്നത്. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് മാറ്റ രീതി അതൊന്നും ഉണ്ടാവില്ല. സാമ്പത്തിക സമത്വം ഉണ്ടാവും. എല്ലാവർക്കും ഒരേ അളവിലായിരിക്കും സമ്പത്ത് കിട്ടുക. സമ്പന്നർ ദരിദ്രർ ഇടയിലുള്ള അകലം കുറയും. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. മുതലാളിത്ത വ്യവസ്ഥയിൽ വില സംവിധാനത്തിലൂടെയാണ്. അപ്പം എങ്ങനെയാണ് ഇവിടെ ആസൂത്രണം നടക്കുക? എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും നടത്തുന്നു. അപ്പോൾ ഇവിടെ ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉൽപാദനവും വിതരണവും നടത്തുന്നു. അപ്പം എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു? ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും നടത്തുന്നു. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതനുസരിച്ച് ഉൽപാദനം നിയന്ത്രിക്കുന്നു. ആസൂത്രണം എല്ലാം ജനക്ഷേമം മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്തുൽപാദനം നടത്തണം, എങ്ങനെ വിതരണം ചെയ്യണം, എത്ര അളവിൽ ചെയ്യണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല. വില സംവിധാനത്തിന് പ്രാധാന്യമില്ല. കാരണം ഇവിടെ വില മുൻകൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു സാധനത്തിന് മാക്സിമം കൊടുക്കാവുന്ന വില അല്ലെങ്കിൽ മിനിമം എത്ര വിലയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചതുകൊണ്ട് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ വില സംവിധാനത്തിന് പ്രാധാന്യമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമല്ല. ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും. കാരണം ഇവിടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ പൊതുമേഖലയാണല്ലോ. അപ്പോൾ എല്ലാത്തിലും പൊതുമേഖലയ്ക്ക് പണം മുടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ച നല്ല രീതിയിൽ നടക്കാൻ കഴിയില്ല. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല. അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് നമുക്ക് നേട്ടമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവർക്കും കിട്ടുകയല്ലേ, എനിക്ക് മാത്രമല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും അധ്വാനിക്കുന്ന നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാലല്ലേ നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കും. അപ്പം അതിൻ്റെ ഒരു അഭാവവും ഇവിടെയുണ്ട്. കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പാദനങ്ങൾ
ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. ഇതൊക്കെ പോരായ്മയാണ്. നേരത്തെ പറഞ്ഞു ഉപഭോക്താക്കൾക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്, അവന് ഇഷ്ടമുള്ളത് വാങ്ങാം. എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെ അല്ല. അവിടെ എന്താണോ ഉള്ളത് അത് തന്നെ വാങ്ങാൻ വേണ്ടി അവൻ നിർബന്ധിതനാവുകയാണ് ചെയ്യാറ്. ഓക്കെ അല്ലേ? സോ രണ്ടിനും ഒരുപാട് പോരായ്മകളുണ്ട്. സോ നമുക്ക് വീണ്ടും ഒന്നുകൂടി സമ്പദ് വ്യവസ്ഥയെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ വന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം മിക്സ് ചെയ്തു. എന്തിനെ മിശ്രിതമാക്കി? മുതലാളിത്തത്തെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും. മിശ്ര സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മുടേത് മിശ്ര സാമ്പത്തിക വ്യവസ്ഥയാണ് കേട്ടോ. അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്താണെന്ന് നോക്കാം. ഇവിടെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നുണ്ട്. ആസൂത്രണം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? ആസൂത്രണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തനങ്ങൾ വരുന്നത്. ദെൻ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അല്ലേ? ആസൂത്രണമുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള അവകാശമുണ്ട്, അതോടൊപ്പം തന്നെ നിയന്ത്രണവും അല്ലേ? പരമാവധി എത്ര എന്നുള്ളൊരു നിയന്ത്രണവും ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ നിന്നും വളരെ മെച്ചമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെയും സർക്കാരിൻ്റെ നിയന്ത്രണമുണ്ട്. മുതലാളിത്ത രാജ്യം എന്ന് പറയുമ്പോഴും അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണമുണ്ട്. അതേപോലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത് ക്യൂബയും ചൈനയൊക്കെയാണ്. പക്ഷെ അവിടെയും എന്തുണ്ട്? സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സാമ്പത്തിക വ്യവസ്ഥ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് നമുക്കിന്ന് പറയാൻ കഴിയില്ല. അതായത് രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥയാണ് ഇതുവരെ പറഞ്ഞത്. ഉടമസ്ഥാവകാശം കണക്കിലെടുത്ത്, ഉൽപാദന പ്രക്രിയകളുടെ ഉടമസ്ഥാവകാശം കണക്കിലെടുത്ത് സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ട് തരംതിരിച്ചു. ഇനി സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി പൊതുവെ എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ സമ്പത്ത് വളരണമെങ്കിൽ സർക്കാരിൻ്റെ മാത്രം ഒരു പങ്കാളിത്തം ഉണ്ടായാൽ പോരാ. അവിടെ ആര് കൂടി വരണം? സ്വകാര്യ സംരംഭങ്ങൾ കൂടി വരണം. അപ്പോൾ എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും സർക്കാരുകൾ തയ്യാറാകുന്നു അല്ലേ? പുതിയ സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കുക, വിദേശ നിക്ഷേപകരെ ആകർഷിക്കുക, ഇതെല്ലാം എല്ലാ സർക്കാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം സാമ്പത്തിക നയങ്ങളുടെ ഫലമായി രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മൂലധനത്തിൻ്റെയും സാധന സേവനങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും കുത്തൊഴുക്കുണ്ടായി. പുതിയതും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ധാരാളമായി വിപണിയിലെത്തുന്നു. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും അല്ലേ, മാർക്കറ്റൊക്കെ ഒരു ഗ്ലോബൽ മാർക്കറ്റായിട്ട് മാറി. പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്നും നല്ല സാമ്പത്തിക നയങ്ങളെ അല്ലെങ്കിൽ നല്ല സംരംഭകരെ എല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചുരുക്കം ചില മോഡലുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്ന് വിവിധ കമ്പനികളുടെ അനേകം മോഡലുകൾ കാണാൻ കഴിയും അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ വിദേശ കമ്പനികളെ സ്വാഗതം ചെയ്തത് കൊണ്ടാണ്. ഇതേപോലെ ഫോൺ നോക്കൂ, ഫോണിലും ഒരുപാട് കമ്പനികൾ ഇവിടെ ഇല്ലേ? അപ്പോൾ ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനീസാണ്. അപ്പോൾ ശക്തമായ പൊതുമേഖലയും നിയന്ത്രണ വിധേയമായ വിദേശ വ്യാപാരവും നിലനിർത്തിയിരുന്ന ഇന്ത്യയിലും സാമ്പത്തിക നയങ്ങളിൽ മാറ്റമുണ്ടായി. അപ്പോൾ തുടക്ക കാലങ്ങളിൽ ഇന്ത്യക്ക് എല്ലാം നമ്മൾ തന്നെ നിർമ്മിക്കണം എന്നുള്ള രീതിയിലായിരുന്നു, നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ശക്തമായിട്ടുള്ള പൊതുമേഖലയും നിയന്ത്രണവും വിദേശ വ്യാപാരവും ഒക്കെ നിലനിർത്തിയിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിലും മാറ്റമുണ്ടായി. ആ ഒരു കാതലായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനും വിദേശ വ്യാപാരം ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളുണ്ടായി. 1991 ആരംഭിച്ച ഈ നയമാറ്റത്തിൻ്റെ കാതൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം,
ആഗോളവൽക്കരണം എന്നിവയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഇന്ത്യയുടെ കാതലായ സാമ്പത്തിക നയം മാറ്റം വരുന്നത് 1991 LPG എന്ന് നമ്മൾ ഷോർട്ട് ഫോമാക്കി പറയുന്ന ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളെ നമുക്ക് പഠിക്കാം. ആദ്യം ഉദാരവൽക്കരണം എന്താണെന്ന് നോക്കാം. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ലിബറൽ ആവുക. അതുവരെ സർക്കാരിൻ്റെ നിയന്ത്രണം വളരെ കർശനമായിരുന്നു. ആ നിയന്ത്രണം നമ്മളൊന്ന് ഉദാരവൽക്കരിച്ചു കൊടുക്കുക. അതാണ് ഉദാരവൽക്കരണം. ഒന്ന് സ്വതന്ത്രമാക്കി കൊടുക്കുക. ഉദാരവൽക്കരണ നടപടികൾ 1985 തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ അത് 85 തുടക്കം കുറിച്ചിരുന്നു. ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതിനു മുന്നേ ലൈസൻസിങ് എന്ന് പറയുന്ന വലിയൊരു കടമ്പയായിരുന്നു. അപ്പോൾ ഈ ലൈസൻസിങ് സമ്പ്രദായം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ കുറച്ചു. ദെൻ ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. അപ്പോൾ വിദേശത്തിൽ നിന്ന് കച്ചവടം ഇങ്ങോട്ട് വരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള ടാക്സും ചുങ്കവും ഒക്കെ കുറച്ചു. ദെൻ വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. അതുവരെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ലഘൂകരിച്ചു, അല്ലേ? കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. മാർക്കറ്റിലും അവിടെ കുറേ നമുക്ക് നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതും പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അതുവരെയൊന്നും വിദേശ നിക്ഷേപം നമ്മൾ വലുതായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഈ ഉദാരവൽക്കരണത്തിന് ശേഷമാണ് വിദേശ നിക്ഷേപവും മറ്റു കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത്. ദെൻ അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. അതുവരെ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന വ്യവസായങ്ങളും എല്ലാം സർക്കാരിൻ്റെ കയ്യിലായിരുന്നു. അതെല്ലാം കുറച്ചു. സ്വകാര്യ വ്യക്തികളിലേക്കും അത് മാറി തുടങ്ങി. അപ്പോൾ അതുവരെ ടെലികമ്മ്യൂണിക്കേഷനൊക്കെ സർക്കാരിൻ്റെ മാത്രം മേഖലയായിരുന്നു. മാത്രമല്ല, ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ചില മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. അതോടെ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു. അപ്പോൾ ഉദാരവൽക്കരണത്തോടെയാണ് നമ്മുടെ രാജ്യത്ത് സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ദെൻ വിദേശ നാണയ പ്രതിസന്ധി. എന്താണ് വിദേശ നാണയ പ്രതിസന്ധി എന്ന് നമുക്ക് നോക്കാം. ഓരോ രാജ്യത്തിലും വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായി അമേരിക്കൻ ഡോളർ, യൂറോ, പൗണ്ട് മുതലായ നാണയങ്ങളാണ് കരുതൽ ശേഖരത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. സാധാരണയായി ഏകദേശം 10-12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയം കരുതൽ ശേഖരത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ 1991 കഷ്ടിച്ച് 2 ആഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യ ഈ പ്രതിസന്ധി മറികടന്നത്. അപ്പോൾ വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും കുറച്ച് വിദേശ നാണയത്തിൻ്റെ ശേഖരങ്ങൾ ഉണ്ടാവും, അല്ലേ? അന്താരാഷ്ട്ര വിനിമയങ്ങളിലേക്ക് ഏർപ്പെടാം. എന്നാൽ ഇന്ത്യക്ക് 1991 അതിൻ്റെ ഒരു ക്ഷാമം അനുഭവപ്പെട്ടു. സോ അത് ഇന്ത്യ മറികടക്കുകയും ചെയ്തു, അല്ലേ? ഇന്ത്യ മറികടന്നത് ഏതിലൂടെയാണെന്ന് ചോദിക്കും. ഇന്ത്യ മറികടന്നത് കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ രീതികളിലൂടെ അത് നമ്മുടെ സർക്കാർ നേടിയെടുത്തു. ഓക്കെ അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. സ്വകാര്യവൽക്കരണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വകാര്യവൽക്കരണം എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉദാരവൽക്കരണം പഠിച്ചു, അല്ലേ? ഉദാരവൽക്കരണം പഠിച്ചു. ഇനി സ്വകാര്യവൽക്കരണം എന്താണെന്ന് ചോദിച്ചാൽ 1991 ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ 2 പേരും പഠിക്കുക. ഒന്ന് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ 2 കമ്പനികളും സ്വകാര്യവൽക്കരിച്ചു. അതെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നതായിരുന്നു. സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരികൾ
വിപണിയിലൂടെ വിറ്റഴിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ഈ ഓഹരികൾ വിറ്റഴിക്കുന്നതിനാണ്, ഓഹരി വിപണനം നടത്തുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിക്ഷേപിക്കുക. ആ നിക്ഷേപം നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആകും. അപ്പോൾ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സർക്കാരിന് മാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകി. റോഡ് അതിന് ഉദാഹരണമാണ്. റോഡ്, വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന വ്യവസായങ്ങൾ, ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നത് സ്വകാര്യ മേഖലയിൽ അവകൾ പ്രവർത്തനങ്ങൾ നടക്കുന്നു. റോഡ് നിർമ്മാണം, വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന വ്യവസായം, ഇതെല്ലാം സ്വകാര്യ മേഖലകളും കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലേ. ബോട്ട്, PPP എന്നീ രീതികളിൽ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. ഇപ്പോൾ ബോട്ട് PPP എന്താണ് എന്ന് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നു. അതാണ് ബോട്ട്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. റോഡും പാലമൊക്കെ സ്വകാര്യ സംരംഭകർ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ടോൾ പിരിവിലൂടെ പണം ശേഖരിക്കുന്നു. പിന്നീട് അത് സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോൾ പിരിവൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ബോട്ടിൻ്റെ ഭാഗമാണ്. ദെൻ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്നു. അപ്പോൾ സർക്കാരും സ്വകാര്യ സംരംഭവും കൂടിച്ചേർന്ന് നിന്നിട്ട് ആരംഭിക്കുന്നതുമുണ്ട്. ഇതിനുദാഹരണമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലേ. സിയാൽ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ അല്ലേ. കണ്ടില്ലേ, ടോൾ പിരിവൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇനി അത് ഓർക്കുക, ടോൾ പിരിവ്, ബോട്ട്. ദെൻ ആഗോളവൽക്കരണം. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതോടെ കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി. അതിൻ്റെ ഫലമായി ആഗോളതലത്തിൽ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി. ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹവും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വർദ്ധിച്ചു. അതോടെ എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എല്ലാ കമ്പോളങ്ങളിലും ലഭ്യമായി. ലോകം ഒരൊറ്റ കമ്പോളമായി മാറുന്ന വ്യവസ്ഥ. കമ്പോള സൗഹൃദ സാമ്പത്തിക നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരാൻ ഇടയാക്കി. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണമെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ലോകം മുഴുവനും ഒരൊറ്റ കമ്പോളമായിട്ട് മാറുക അല്ലെ, പരസ്പരം കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സഹകരിച്ച് ലോകം മുഴുവനും ഒരു മാർക്കറ്റ് ആകുന്ന ഒരവസ്ഥ, അതിനാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാമ്പത്തിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ രംഗത്തിലുണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കി അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോടുകൂടി നമുക്ക് ലോകത്തുള്ള ഏത് മേഖലകളിലും മാർക്കറ്റുകളിലും നമ്മുടെ സാധനങ്ങൾ എത്തിക്കാനും അവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കഴിയുന്ന അവസ്ഥയിലെത്തി അല്ലേ. കണ്ടെയ്നർ കപ്പലുകൾ, വിമാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നു. ചുരുക്കം പറഞ്ഞാൽ വാർത്താവിനിമയവും ഗതാഗത സൗകര്യങ്ങളും എല്ലാം ഈ ആഗോളവൽക്കരണത്തിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും മൂലധനവും സാങ്കേതിക വിദ്യയും താരതമ്യേന കുറവായ പല വികസന രാജ്യങ്ങൾക്കും അതിൻ്റെ ഗുണഫലങ്ങൾ
അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വിവര സാങ്കേതിക വിദ്യയിലേക്ക് പിന്നോക്കം നിന്ന രാജ്യങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാൻ തയ്യാറായി. അപ്പോൾ അവരും എന്ത് ചെയ്തു? സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ആഗോളവൽക്കരണം സ്വീകരിക്കാൻ തയ്യാറായി. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നു. അപ്പം എന്താണ് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് മുഴുവനുമായിട്ട് നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയം കേട്ടോ. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തെക്കുറിച്ചാണ് നമ്മൾ നവ ഉദാരവൽക്കരണം എന്ന് പറയുക കേട്ടോ. നവ ഉദാരവൽക്കരണം പഠിച്ചു വയ്ക്കുക, ചോദിച്ചിട്ടുണ്ട്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായിട്ട് സർക്കാർ നിയന്ത്രണമേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് വരിക, അതാണ് നിയോ ലിബറലൈസേഷൻ. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള അന്താരാഷ്ട്ര നാണയനിധി, IMF, ലോകബാങ്ക്, വേൾഡ് ബാങ്ക് എന്നിവ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോളവൽക്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആഗോള സ്ഥാപനങ്ങളാണ് IMF, അന്താരാഷ്ട്ര നാണയനിധി, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. ലോക വ്യാപാര സംഘടനയുടെ ആവിർഭാവവും ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയും ആഗോളവൽക്കരണത്തിന് ആക്കം കൂട്ടി. സോ ഇവിടെ ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോവാം. എന്താണ് വിദേശ മൂലധന നിക്ഷേപം? ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതിന് വിദേശ മൂലധന നിക്ഷേപം. നമുക്കറിയുന്നതാണ്, ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തോണ്ട് നിക്ഷേപിക്കുക, അതിനാണ് വിദേശ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്. ദെൻ ലോക വ്യാപാര സംഘടന, അതിൻ്റെ ലോഗോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോക വ്യാപാര സംഘടനയുടെ ലോഗോ. രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ വ്യാപാര രംഗത്ത് ലോക വ്യാപാര രംഗത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1995 വർഷോർഗ 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതോടെ ആ ശ്രമം ശക്തമായി. അപ്പോൾ വ്യാപാര നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, ആഗോളതലത്തിൽ എടുത്തു കളയുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 ജനുവരി 1 ജനീവ. ആ ഒരു പ്രാസിദ്ധി തന്നെ കിട്ടും അല്ലേ. ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പം ഇതിൻ്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. ആ കണക്ക് നിങ്ങൾ പഠിക്കണ്ട, ഇപ്പോൾ ആ കണക്ക് മാറിയിട്ടുണ്ട്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഈ സംഘടനയെ രൂപപ്പെട്ട സ്വതന്ത്ര കരാറുകളിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതാണ്. അപ്പോൾ ഈ കമ്പനി, നമ്മുടെ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് താഴെ പറയുന്നത്. ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക. അപ്പോൾ ഇറക്കുമതി ചെയ്യാനുള്ള ആ ഒരു പ്രതിബന്ധങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക. സബ്സിഡികൾ കുറയ്ക്കുക, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയൊക്കെ കുറയ്ക്കുക. ദെൻ പേറ്റൻറ്റ് നിയമങ്ങൾ ബഹിഷ്കരിക്കുക. പേറ്റൻറ്റ് നിയമങ്ങൾ വന്നാൽ നമുക്ക് ഒരാൾ നിർമ്മിക്കുന്നത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലേ. ദെൻ സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളും വിദേശ നിക്ഷേപം അനുവദിക്കുക. അപ്പോൾ സേവന രംഗത്തുള്ള മാധ്യമം, ടെലികോം, ബാങ്കിങ് ഒക്കെ മിക്ക രാജ്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, വിദേശ നിക്ഷേപത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുക. ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. അപ്പോൾ ഒരു രാജ്യത്ത് അവരുടെ ആഭ്യന്തര നിക്ഷേപത്തിന് നൽകുന്ന അതേ പ്രാധാന്യം ആർക്കും നൽകുക, വിദേശ നിക്ഷേപത്തിനും നൽകുക. ഇതൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച പ്രധാന ലക്ഷ്യങ്ങൾ കേട്ടോ. അത് നോക്കാം. ദെൻ നാണയനിധിയെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് നാണയനിധി എന്ന് പറയുന്നത്?
ഒരു മിനിറ്റ്. 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരുന്നത്. അപ്പോൾ ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരുന്നത്, IMFും വേൾഡ് ബാങ്കും നിലവിൽ വരാനുള്ള കാരണം 1944 അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ്സിൽ നടന്ന സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ്. വാഷിങ്ടണാണ് ഇവയുടെ ആസ്ഥാനം. വേൾഡ് ബാങ്കിൻ്റെയും ലോകബാങ്കിൻ്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം വാഷിങ്ടണാണ്. സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികൾ എല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തു. അപ്പോൾ വേൾഡ് ബാങ്ക് രാജ്യങ്ങൾക്ക് കടം കൊടുക്കും. പക്ഷേ രാജ്യത്തിന് കടം കൊടുക്കുന്ന സമയത്ത് അവർ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും. 1991 ഇന്ത്യയോടും അവർ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് LPG വന്നത്. അപ്പോൾ കടം കിട്ടാൻ വേണ്ടി രാജ്യങ്ങൾ അവർ പറയുന്ന നയങ്ങളെ സ്വീകരിക്കേണ്ടി വരും. അത്തരം നയങ്ങൾ ആഗോളവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ഇനി പേറ്റന്റ്, ഇവിടെ പറഞ്ഞില്ലേ പേറ്റന്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേറ്റന്റ് വിറ്റു അല്ലെങ്കിൽ പേറ്റന്റ് ഉണ്ട് അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് നൽകുന്നതാണ് പേറ്റന്റ്. നമ്മൾ കോപ്പിറൈറ്റ് എന്ന പോലെ, ഇപ്പോൾ ഞാനൊരു മൊബൈൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ്റെ പേറ്റന്റ് ഒരു നിശ്ചിത കാലം വരെ എനിക്കുണ്ടാവും. അപ്പോൾ ഞാനല്ലാതെ ആ ലൈസൻസ് ഉള്ള എനിക്കല്ലാതെ മറ്റൊരാൾക്കും അതേ ഡിസൈനിൽ ആ സാധനങ്ങൾ പുറത്തിറക്കാൻ കഴിയില്ല. അതാണ് പേറ്റന്റ്. ഓക്കെ അല്ലേ? ഇതിനടുത്ത ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. അപ്പോൾ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. വലിയ മൂലധനവും ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഇത്തരം കമ്പനികൾ നവ ഉദാരവൽക്കരണത്തെ ഒരവസരമായി കണ്ടു. അല്ലേ? ഉദാരവൽക്കരണം ആകുമ്പോൾ സർക്കാരിൻ്റെ സ്വാധീനം പൂർണ്ണമായിട്ട് എടുത്തു കളയുക എന്നുള്ള രീതിയാണ്. അപ്പോൾ നവ ഉദാരവൽക്കരണത്തെ അവർക്ക് വലിയ ഉപയോഗം ചെയ്തു. ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ച് മറ്റു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം വികസ്വര രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ഈ കമ്പനികൾക്ക് കഴിയും. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ ചെയ്യുന്നത് എന്താ? അവരുടെ ആസ്ഥാനത്ത് നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയല്ല, മറിച്ച് ഇവിടെ അവരുടെ ഫാക്ടറീസും മറ്റു കാര്യങ്ങളും ഓഫീസൊക്കെ കൊണ്ടുവന്നിട്ട് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് ശേഖരിച്ച് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങൾ നിർമ്മിച്ച് ഇവിടെ തന്നെ വിറ്റഴിക്കുക. അതാണ് കൂടുതൽ ലാഭം എന്ന് പറയുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ബഹുരാഷ്ട്ര കമ്പനികളുടെ വിറ്റുവരവ് ചെറിയ വികസ്വര രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തേക്കാൾ കൂടുതലാണ് എന്ന് പറയാം. അപ്പോൾ ചില വലിയ കമ്പനികളുടെ വിറ്റുവരവ് എടുത്ത് നോക്കുമ്പോൾ ചെറിയ വികസ്വര രാഷ്ട്രങ്ങളെക്കാൾ കൂടുതലാണ്. പത്രത്തോളം അവർ വരുമാനം ഉണ്ടാക്കുന്നു. രാജ്യങ്ങളുടെ ആഭ്യന്തര നയങ്ങളിലും നിയമങ്ങളിലും തങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അവർക്കതിന് കഴിയുന്നുണ്ട്. ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉൽപ്പാദനം ആരംഭിക്കുക. ഇപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കമ്പനിയുടെ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ള ചെറിയ കമ്പനികളെ അവരുടെ ഫ്രാഞ്ചൈസികളാക്കി മാറ്റി അതുവഴിയാണ് ഉൽപ്പാദന വിതരണങ്ങൾ നടത്തുന്നത്. അതുവഴി പ്രാദേശിക കമ്പനികളുടെ ഉൽപ്പാദന വിതരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ ഉൽപ്പന്നം കമ്പോളത്തിലെത്തിക്കാൻ ബഹുരാഷ്ട്ര കമ്പനിക്ക് കഴിയും. പ്രാദേശിക കമ്പനികൾക്കാകട്ടെ കൂടുതൽ മൂലധനവും ഉന്നത സാങ്കേതിക പരിജ്ഞാനവും ലഭ്യമാകും. അല്ല, ഇപ്പോൾ ഇവിടെയുള്ള ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്പനിയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റെ ടെക്നോളജിയും പുതിയ പുതിയ കാര്യങ്ങളും അവർക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നടപ്പിലാക്കാനും കഴിയും. അങ്ങനെ രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് നേട്ടമുണ്ടാകും. മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സ്വന്തം ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കുന്നു. ഇവർ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെയുള്ള ചെറിയ സംരംഭകർക്ക് ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു. അവർ നിർമ്മിച്ച് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇവരുടെ ബ്രാൻഡ് നെയിം അതിനകത്ത് ചേർത്തുകൊണ്ട് അവരുടെ ബ്രാൻഡായിട്ട് വിൽക്കുന്നു.
ഇപ്പോൾ വസ്ത്രം, ചെരുപ്പ്, കായികോപകരണങ്ങൾ മുതലായവ ഇതിന് ഉദാഹരണമാണ്. പല രാജ്യങ്ങളായി നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലും അവർ പരീക്ഷിക്കുന്നു. വാഹന നിർമ്മാണത്തിന് ഈ രീതി ഉപയോഗിക്കുന്നു. അപ്പോൾ ചില സാധനങ്ങളുടെ പല പല ഭാഗം, ഇപ്പോൾ എഞ്ചിൻ ഒരു ഭാഗത്ത്, ടയർ മറ്റൊരു ഭാഗത്ത്, പല രാജ്യത്ത് നിർമ്മിച്ചിട്ട് അവസാനം എവിടെയാണോ വിൽക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന രീതിയും ഉണ്ട്. നവ ഉദാരവൽക്കരണ ആശയങ്ങളാണ് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് ഇടയായത്. അപ്പോൾ കമ്പോളവൽക്കരണം എന്നൊരു രീതി പിന്നീട് വന്നു. അപ്പോൾ എന്താണ് കമ്പോളവൽക്കരണം എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കമ്പോളവൽക്കരണം എന്ന ആശയത്തിന് രൂപം നൽകിയത് നവ ഉദാരവൽക്കരണം. ഇവർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി അവർക്ക് എന്ത് കഴിഞ്ഞു? ഒരു കമ്പോളവൽക്കരണം, ഒരു കമ്പനി ലോകം മുഴുവനും കമ്പോളവൽക്കരണത്തിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മെയ്ഡ് ഇൻ തായ്ലാൻഡ്, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ. ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ ഇത്തരം ടാഗുകൾ കണ്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചതായിരിക്കുമോ? ആയിരിക്കില്ല അല്ലേ? അത് പല രീതിയിലാണ്. കമ്പനിയുടെ ആസ്ഥാനം ചിലപ്പോൾ ഈ രാജ്യത്തായിരിക്കും. ഇതിൻ്റെ മാർക്കറ്റ്, ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടാക്കുക, അതെല്ലാം മറ്റ് ചില രാജ്യങ്ങളിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെല്ല് പോലുള്ള കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിലും അതിൻ്റെ പല ഭാഗങ്ങളും ചൈന നിർമ്മിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അമേരിക്കൻ കമ്പനി ആണെങ്കിലും അതിൻ്റെ ഭാഗങ്ങളും മറ്റും ചൈനയിൽ നിന്നും തായ്ലാൻഡിൽ നിന്നൊക്കെ വരുന്നുണ്ടാവും. ദെൻ കമ്പോളവൽക്കരണം. പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പോളത്തിൽ മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവ പല പുതിയ മേഖലകളും കമ്പോളത്തിൻ്റെ പരിധിയിലേക്ക് വന്നു. സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായി മാറി. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രവണതയാണ് കമ്പോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. ലാഭമാണ് കമ്പോളവൽക്കരണത്തിൻ്റെ പരമായ ലക്ഷ്യം. അപ്പം എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ എല്ലാം ലഭ്യമാകൂ എന്നുള്ള രീതി, ഇതിനെയാണ് കമ്പോളവൽക്കരണം. അപ്പോൾ എല്ലാ മേഖലയും കമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇതിന് നമ്മൾ കമ്പോളവൽക്കരണം എന്ന് പറയുന്നു. ദെൻ നമ്മൾ അവസാനത്തെ പോയിന്റിൽ വരികയാണ്. പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങൾ. പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി നിരവധി വാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അനുകൂലമായ വാദങ്ങൾ, പുതിയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ അനുകൂലമായിട്ടുള്ള വാദങ്ങൾ, നമുക്ക് നല്ല നല്ല വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നു, മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു, മത്സരം വർദ്ധിക്കുന്നത് കൊണ്ട് വില കുറയുന്നു. ദെൻ കയറ്റുമതി, നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതൊക്കെ നേട്ടമാണ് അല്ലേ, നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന വസ്തുക്കൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ദെൻ കമ്പനികൾക്ക് വിദേശ വിപണികളിൽ പ്രവേശിക്കാൻ കഴിയുന്നു. നമ്മുടെ രാജ്യത്തെ കമ്പനികൾക്ക് വിദേശ വിപണികളിൽ അവസരം കിട്ടുന്നു. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. ഇതെല്ലാം അനുകൂലവാദങ്ങളാണ്. ഇനി പ്രതികൂലവാദങ്ങളുമുണ്ട്. ഇവിടെ സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു. അപ്പോൾ ഉള്ള ആളുകളുടെ കയ്യിലാണ് ഈ പണം വീണ്ടും വീണ്ടും കുന്നുകൂടുന്നത്, ഇല്ലാത്തവരെന്നും ഇല്ലാത്തവരായിട്ട് തന്നെ നിലനിൽക്കുന്നു. ദെൻ കൂടുതൽ ഉൽപ്പന്നങ്ങളും മറ്റും വരുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ അമിതമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു. ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വില കൂടുകയും ഇവിടെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്യുന്നു. ക്വാളിറ്റിയുടെ വിഷയത്തിൽ ഏതാണ് മുന്നിലുള്ളതെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല അല്ലേ. നമ്മളെപ്പോഴും ബ്രാൻഡഡ് സാധനങ്ങൾക്കാണ് ക്വാളിറ്റി എന്ന് വിചാരിച്ച് കൂടുതൽ വില കൊടുത്ത് അത് വാങ്ങാനും തയ്യാറാവും. ദെൻ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയും. അപ്പോൾ സർക്കാരിന് സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയും. നമ്മൾ പറഞ്ഞു, വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ രീതിക്കനുസരിച്ച് സർക്കാരിൻ്റെ നയങ്ങൾ മാറ്റാൻ പ്രാപ്തരാണ്. അത്രയ്ക്കും കഴിവ് അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ദെൻ തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു, ജോബ് സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ സർക്കാർ ജോലി എന്നുള്ളത് ആഗ്രഹിക്കാൻ കാരണം സെക്യൂരിറ്റി ഉണ്ട്. ഇനി ഒരു ബഹുരാഷ്ട്ര കമ്പനിയിലേക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മൾ ജോലിയിൽ നിന്ന് പുറത്താകാം. അത് മാത്രമല്ല, ഒരു മേഖല പെട്ടെന്ന് ചിലപ്പോൾ അസ്തമിച്ച് പോകാം. അടുത്തൊരു സാങ്കേതിക വിദ്യ വരുന്ന സമയത്ത് ഒരു തൊഴിൽ മേഖല പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാകാനും സാധ്യതയുണ്ട്.
പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയ്ക്കാൻ ഇടയാകുന്നു. ഇപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു, കുറേ കഴിയുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ വരുമാനം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണം. സോ നമ്മളിന്ന് സമ്പദ് വ്യവസ്ഥ പഠിച്ചു, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ, ഇന്ന് സോഷ്യലിസം. പിന്നെ ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും പൂർണ്ണമായിട്ടും കാണാൻ കഴിയില്ല. പിന്നെ ഇന്ത്യയുടെ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസിങ്, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ബഹുരാഷ്ട്ര കമ്പനി, കമ്പോളവൽക്കരണം തുടങ്ങിയ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കാറായി. ഇനി ഒരു 2 ക്ലാസ്സോട് കൂടി നമ്മുടെ SCERT ലെവലിലുള്ളത് കഴിയും. അത് കഴിഞ്ഞിട്ട് NCERT ആണ്. NCERT നമ്മൾ ഉടനെ ചെയ്യില്ല, ബാക്കിയുള്ള ടോപ്പിക്സും കൂടി ഏകദേശം കംപ്ലീറ്റ് ആകാറാകുമ്പോഴാണ് നമ്മൾ NCERTയിലേക്ക് കടക്കുക. സോ നമ്മുടെ ചാനലിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.